ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു പണി ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ആദ്യം തന്നെ തലമുടി വാരി ഒതുക്കി വെച്ചാൽ നമുക്കൊരു ജോലിയിലോട്ട് ഇറങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. നേരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ തലമുടിയെല്ലാം വാരി ഒതുക്കിയത്. പിന്നെ വിചാരിച്ചെന്നാൽ വീടിനകം എല്ലാം ഒതുക്കി ഒന്ന് അടിച്ചു വാരിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അല്ലെങ്കിൽ പിന്നെ പുറത്തെ പണി കഴിഞ്ഞ് നേരെ അകത്ത് കയറുമ്പോൾ മൈൻഡ് ഭയങ്കര ഡസ്പായിരിക്കും. മറ്റേതകം എല്ലാം ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ പിന്നെ പണി കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വന്നിരിക്കാമല്ലോ. കഴിഞ്ഞ ദിവസം രാത്രി നല്ല വിചാരിച്ചിരിക്കാതെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇടിവെട്ടും മിന്നലും ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നേ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ഇനി 2-3 ദിവസത്തേക്കൊന്നും ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അത്രയ്ക്ക് മണ്ണൊക്കെ നനഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചെടിയെല്ലാം നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതിന് ശരിക്കും ഒരുപാട് വെള്ളം കിട്ടുമ്പോഴാണ് നല്ല അടിപൊളി കാണാൻ. നമ്മളിങ്ങനെ കൈകൊണ്ട് വെള്ളം ഒഴിക്കുന്നത് പോലെയല്ലല്ലോ ഡയറക്റ്റ് മഴയിൽ നിന്ന് കിട്ടുമ്പോൾ. അതിനൊരുപാട് വെള്ളം കിട്ടി ഇലയും അതിൻ്റെ ചുവട് എല്ലാം നനഞ്ഞിട്ട് നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്ന ചെടിയുടെ ആ വൈറ്റ് പൂവിൻ്റെ 3-4 വെറൈറ്റീസ് ഉണ്ട്. റെഡും പിങ്കും പിന്നെ അതിൻ്റെ ലൈറ്റ് പിങ്കും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ കാണുന്ന ചെടി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. വേറെ പൂക്കളൊന്നും ഇല്ലെങ്കിലും ഈ ഇലകളിങ്ങനെ നിൽക്കുന്ന കാണാൻ അടിപൊളിയല്ലേ. ഞാനെപ്പോൾ ചെടിയുടെ അടുത്ത് വന്നാലും ആദ്യം നേരെ ഓടിപ്പോകും കേട്ടോ. ഒരു കത്തിയും പിന്നെ ചെരുപ്പെടുക്കാനും. ഇവിടെ നല്ല കട്ടുറുമ്പായതുകൊണ്ട് തന്നെ 2-3 വട്ടം ആൾക്ക് നല്ലോണം കടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നേരെ ആദ്യം ഓടിപ്പോയി ചെരുപ്പിടും. പിന്നെ മണ്ണൊക്കെ കിളയ്ക്കാൻ വേണ്ടിയിട്ട് പോയി ഒരു കത്തിയും എടുത്തിട്ട് വരും. ഇതുവരെ ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് എന്താ മെയിൻ പരിപാടിയെന്നും. ഇന്നലത്തെ മഴയത്ത് ഫുള്ള് വെള്ളം ഇങ്ങനെ റോഡിൽ നിന്ന് കുത്തി ഒഴുകി വന്നിട്ട് മുഴുവൻ വൃത്തികേടായിട്ടാണ് ഉള്ളത് കേട്ടോ. നമ്മുടെ ഇൻ്റർലോക്കും പിന്നെ വീടിന് ചുറ്റും വരുന്ന വഴിയും അങ്ങനെയൊക്കെ ഇതെല്ലാം വെള്ളം ഒഴുകി കെട്ടി നിന്നതിൻ്റെയാണ് കേട്ടോ. കിണറിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ കിണറിൻ്റെ പുറത്തായാലും ചുറ്റുമൊക്കെ ഫുള്ള് മാവല കൊണ്ട് അങ്ങനെ നിറഞ്ഞു കിടക്കുവാണേ. ഇന്നത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നാളെ ആകുമ്പം ഇതിൽ നിന്നും കുറേ ഒരുപാടാവും. അപ്പോൾ മനസ്സിലായില്ലേ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണ് വെട്ടിച്ച് ആളവിടെ നിന്ന് ഒരു ചെടി പിഴുതെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴൊന്നും ഇങ്ങനെ ആളെക്കൊണ്ട് വലിയ ഡിസ്റ്റർബൻസ് ഉള്ളതല്ല. പക്ഷേ ഇന്നെന്തോ വേഗം ഓടി വന്ന് അത് 2 ദിവസം ആയതേ ഉള്ളൂ. ആ കഷ്ണം നട്ട് വെച്ചിട്ട് അത് നേരെ പിഴുതെടുത്തു. പിന്നെ അത് വീണ്ടും നട്ട് വെച്ചു. പിന്നെ വേറൊരു ചെടി നടാനുണ്ടായിരുന്നു കേട്ടോ പുതിയത്. അങ്ങനെ അതുമൊക്കെ മണ്ണൊക്കെ ഇളക്കി കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കേട്ടോ. ഫ്രണ്ടിൽ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗമേ മുറ്റം അടിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗം തന്നെ ആദ്യം വൃത്തിയാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു സൈഡ് ആദ്യമേ കഴിയുമല്ലോ. പിന്നെ ഇതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ മുറ്റം തൂക്കാൻ സാധാരണക്കാലം കുറച്ചുകൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യലുണ്ട്. ഇങ്ങനെ പൊടിയൊന്നും പാറത്തില്ല. പിന്നെ അത് തൂക്കാൻ വേറൊരു വൈബാന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഷെറിച്ച എന്നോട് ഒന്ന് കമൻറ്റ് പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് നീ ഇത് വ്ളോഗ് എടുക്കണ്ട, കാരണം ഇത് ഇന്നത്തെ വ്ളോഗ് മുഴുവൻ അടിച്ചു വരുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. നമുക്കിങ്ങനെ വീട്ടിലോട്ട് ഇറങ്ങുന്ന ഭാഗം ഒരു ചരിവായതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും മേലെ റോഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി വന്നിട്ട് നേരെ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് നല്ലോണം കെട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ കണ്ടിന്യൂസ് മഴ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ചെളിയായിരിക്കും. വണ്ടി ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വീട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗമൊക്കെ ഇങ്ങനെ ചരലുള്ള മണ്ണായതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ ചപ്പൊന്നും അടിച്ചു വരാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ നിന്ന് നേരെ ബാക്ക് സൈഡിൽ വന്നേ. നമുക്കിവിടെയൊക്കെ മെയിനായിട്ട് എല്ലായിടവും കട്ടുറുമ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ അയറയോട് പറഞ്ഞതാണ് ഞാൻ ബാക്ക് സൈഡിൽ വന്നപ്പോഴേ പോയി ചെരുപ്പെടുത്തിട്ടിട്ട് വായുവന്നു. പക്ഷെ ആൾ കേട്ടില്ല. കറക്റ്റ് ഉറുമ്പിൻ്റെ കൂട്ടിൽ തന്നെ പോയി നിന്ന് കേട്ടോ. പാവം കാലിൽ കടിച്ചിട്ട് നല്ലോണം വേദന ഉണ്ടായി. പിന്നെ ഷെറിച്ച വന്ന് സമാധാനിപ്പിച്ച് കുറച്ച് സമയം ഇങ്ങനെ കൊണ്ടൊക്കെ നടന്ന് ആളൊരുവിധം ഓക്കെ ആയി കേട്ടോ. ഇവിടുത്തെ ഈ കിണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര വലിയ കിണറാണ്. നമ്മുടെ സാധാരണ വീട്ടിലെ കിണറിലൊക്കെ ഇങ്ങനെ മേലെ ഒരു കമ്പിയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൽ അത്രയും വലിയ കിണറായതുകൊണ്ട് തന്നെ 3 സൈഡിൽ ഇങ്ങനെ 3 തൂണ് വന്നിട്ട് ഇങ്ങനെ പരസ്പരം ക്രോസ് ആയിട്ടാണ് കേട്ടോ കമ്പി കൊടുത്തിരിക്കുന്നത്. അപ്പം 3 സൈഡിലും കപ്പിയും കയറും ഇടാം. അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ മേലെ കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ മുന്നേ വെള്ളം ഇല്ലാതിരിക്കുന്ന നല്ല വേനലായിരിക്കുന്ന സമയത്തൊക്കെ ഇതിന് ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ഇവിടെ നിന്നാണ്, അപ്പോഴും മോട്ടറൊന്നും ഇല്ലല്ലോ, കൈ കൊണ്ട് കോരിയിട്ട് ഇവിടെ നിന്നാണ് കൊണ്ടുപോകല്. അപ്പോൾ പിന്നെ ആ ഒരു സാഹചര്യത്തിലൊക്കെ മതിലൊന്നും ഇല്ലല്ലോ, എല്ലാവരെയും പറമ്പിൽ കൂടെ അങ്ങനെ കൊണ്ടുപോകലെന്നാണ് അറിയുന്നത്. കിണറിന് നല്ല ആഴമുണ്ട്, അതുപോലെ തന്നെ നല്ല വെള്ളമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കിണറിൻ്റെ പുറമൊക്കെ തന്നെ ഇങ്ങനെ വൃത്തിയാക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുമ്പോൾ നമുക്ക് ചൂലോട്ട് ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡ് എത്തില്ല കേട്ടോ, അത്രയ്ക്ക് വീതിയാണേ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. ശരിക്കും ഇത് മനസ്സിലാവുന്നില്ലേ കാണുമ്പോൾ? കിണറിൻ്റെയൊക്കെ പുറം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എത്ര ക്ലീൻ ചെയ്താലും ഇങ്ങനെ നടുക്കോട്ടൊന്നും അങ്ങനെ എത്തില്ല കേട്ടോ, അത്രയ്ക്ക് വീതി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോഴത്തേക്കും സൈഡൊക്കെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്യും, പിന്നെ ശേഷം വന്നിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ച് വാരി വൃത്തിയാക്കി തരും. നമ്മുടെ ഈ പറമ്പിൽ ഒറ്റ തെങ്ങേ ഉള്ളൂ കേട്ടോ, ഒറ്റ തെങ്ങേ ഉള്ളെങ്കിലും അത് തേങ്ങ വെട്ടുന്ന സമയത്ത് നല്ലോണം തേങ്ങ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഒറ്റ തെങ്ങിലെ തേങ്ങ കൊണ്ടാണ് കേട്ടോ ജീവിക്കുന്നത്. അങ്ങനെ തേങ്ങയൊന്നും അങ്ങനെ പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും അത്യാവശ്യം എല്ലാ സ്റ്റോക്കും കഴിയുമ്പോൾ മാത്രമേ തേങ്ങ പുറത്തുനിന്ന് മേടിക്കാറുള്ളൂ. നമ്മളെപ്പോഴും ഇങ്ങനെ ഔട്ട് സൈഡ് ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ടൊന്നും ഇറങ്ങത്തില്ലേ, പക്ഷേ അതിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് ക്ലീനിങ്ങും, പിന്നെ പറമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറക്കാനുണ്ടെങ്കിൽ അതൊക്കെ പെറുക്കിയെടുത്ത്, പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കാനുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ചെയ്ത് കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടേ പിന്നെ വീട്ടിനകത്തോട്ട് പോകാറുള്ളൂ. ഈ ക്ലീനിങ്ങൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അയറ അവിടെ മാങ്ങയൊക്കെ കണ്ടുപിടിച്ച് കേട്ടോ, മാവിൽ നിൽക്കുന്നത്. അങ്ങനെ അത് കണ്ടുപിടിച്ചിട്ട് നേരെ തന്നെ ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഷെറിച്ചൻ്റെ കൊടുത്തിട്ടുണ്ട് മാങ്ങ പൊട്ടിച്ച് കൊടുക്കാൻ വേണ്ടി. പിന്നെ പക്ഷെ നല്ല കണ്ണിമാങ്ങ കേട്ടോ, ഭയങ്കര സൈസ് ചെറുതാണ്, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പൂത്തൊക്കെ അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ആദ്യം കാഴ്ചയിൽ അങ്ങനെ 2 കയ്യെത്തുന്ന ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അത് പിന്നെ ഷെറിച്ചൻ ചാടി പറിച്ചൊക്കെ കൊടുത്തു കേട്ടോ. 2 കിട്ടി സംഭവം. പക്ഷെ ഒരെണ്ണം ഈ പുല്ലിൻ്റെയൊക്കെ ഇടയ്ക്ക് എവിടെയാണ് പോയെന്നറിയില്ല. കുറേ സമയം തിരഞ്ഞു കേട്ടോ, പക്ഷേ അയറയുടെ ഭാഗ്യത്തിന് 1 കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് അയറയ്ക്ക് കൊടുത്തു. അയറയ്ക്ക് ഫ്രൂട്ട്സ് ആയാലും തന്നെ മറ്റുള്ളതൊക്കെ അപേക്ഷിച്ചിട്ട് മാംഗോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പച്ചമാങ്ങയായാലും പഴുത്തതായാലും അതിങ്ങനെ വേണ്ടാന്ന് പറയും, അങ്ങനെ ഒന്നുമില്ല. മാങ്ങത്താ ഇങ്ങനെ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു സംഭവമാണ്. ഈ പുറം മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ നിന്ന് അടിച്ചു വാരുന്നതല്ല കേട്ടോ, കുറച്ച് സമയം കുറച്ചിങ്ങനെ അടിച്ചു വാരും, പിന്നെ ഒരു 2 സെക്കൻഡ് റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് കേട്ടോ നിന്ന് ഒരുവിധം അങ്ങനെ 4 സൈഡ് ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 5 മണിയാവാറായിട്ടുണ്ട്. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ടൈം എടുത്തു കേട്ടോ ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എന്തോ ശക്തിയായിട്ടാണ് മഴ പെയ്തതെന്ന്. കാരണം അത്രയ്ക്ക് ചപ്പുണ്ടായിരുന്നു തൂക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴത്തേക്ക് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിലൊക്കെ തപ്പിപ്പിടിച്ച് നോക്കുമ്പോൾ ഉണ്ട് കുറച്ച് ടാങ്കിൻ്റെ പൗഡർ ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കലക്കി തണുത്ത വെള്ളം അല്ലെങ്കിൽ കൂടി സാധാ വെള്ളത്തിലാട്ടോ കലക്കിയത്, തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം. അങ്ങനെ പച്ചവെള്ളത്തിലൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കലക്കി കുടിച്ചപ്പോഴാണ് ഒരു ജീവൻ വീണത് സത്യം പറഞ്ഞാൽ. ആകപ്പാടെ വിയർത്ത് കുളിച്ചൊരു പരുവമായി കേട്ടോ. പിന്നെ ഫാനൊക്കെ ഇട്ട് കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചപ്പോഴാണ് ഒരുവിധം ഓക്കെ ആയത്. ഇവിടെ എൻ്റെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ പണി ചെയ്ത ആളാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത്. പറിച്ചുകൊണ്ട് വന്ന മാങ്ങ പിന്നെ അരിഞ്ഞു കൊടുക്കാതെ എനിക്ക് സമാധാനം തന്നിട്ടില്ല കേട്ടോ. ആൾക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ പിന്നെ അതൊക്കെ അരിഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അവൾക്കങ്ങനെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഔട്ട് സൈഡ് ക്ലീനിങ് സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.